എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 116-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. അവർ രണ്ടുപേരും കയറിയ ബസ് നിരത്തുംതട്ടിലെത്തിയപ്പോഴേക്കും സമയം നന്നായി ഇരുട്ടിയിരുന്നു. അത്രയും വൈകിയതിന് ശേഷം അനുവിന് തനിയെ മഠത്തിലേക്ക് പോകാൻ മടിയാണ്. അത്രയും വൈകിയതിന് ശേഷം അനുവിനെ തനിയെ കോൺവെൻറ്റിലേക്ക് വിടുന്നതും ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് കിച്ചു അവളോടൊപ്പം കോൺവെൻറ്റിലേക്ക് നടന്നു. ബസ്സിൽ നിന്നിറങ്ങിയ ആരെയും അവൻ ശ്രദ്ധിച്ചില്ല. എത്രയും പെട്ടെന്ന് അവളെ കോൺവെൻറ്റിലെത്തിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ അപ്പോൾ അവനുണ്ടായിരുന്നുള്ളൂ. നടക്കുന്ന വഴിയിൽ വെച്ച് അനു അവനോട് പറഞ്ഞു തുടങ്ങി. കിച്ചു ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവൾ പ്രത്യേകം പറഞ്ഞത്. നമ്മൾ ഇറങ്ങിയ ഒപ്പം തന്നെ റെജിയും ആ ബസ്സിൽ നിന്നിറങ്ങിയിരുന്നടാ. നീ അവനെ കണ്ടില്ലേ? അവൻ ചിലപ്പോൾ നമ്മുടെ പിന്നാലെ വന്നതായിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ എത്രയോ വട്ടം പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കിയതാണ്. എന്തായാലും ഒഴിവായി പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നാണമില്ലാത്ത വക, ഒരുമാതിരി അട്ട കടിച്ച പോലെ. കിച്ചു ആരെയും കാണാത്തതുകൊണ്ട് അനു ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അവന് ഒരു രൂപവും കിട്ടിയില്ല. എന്നാലും ചോദിച്ചു വിവരമറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ ആരെയും കുറ്റം പറയുന്ന സ്വഭാവമല്ല അവളുടേത്. ആരെയെങ്കിലും അവൾ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഏതായാലും ചോദിച്ചു നോക്കാം. നീ ഇത് ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാനെങ്ങും ആരെയും കണ്ടില്ലല്ലോ. ബസ്സിൽ നിന്നിറങ്ങിയപ്പോഴേ നമ്മൾ നടന്നതല്ലേ. അതുകൊണ്ട് ആരൊക്കെയാണ് പിന്നാലെ ഇറങ്ങിയത് എന്ന് ഞാൻ കണ്ടില്ല. എന്തു ചെയ്യാം, കർത്താവ് എനിക്ക് പിന്നിൽ കണ്ണ് തന്നില്ലല്ലോ. പിന്നെ അവൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞങ്ങളെല്ലാം കാണുന്നത് പിന്നിൽ കണ്ണുള്ളത് കൊണ്ടാണെന്ന്. ഞങ്ങൾക്കും നിനക്കുള്ളതുപോലെയുള്ള 2 കണ്ണുകളേ ഉള്ളൂ. ഞങ്ങളത് ഉപയോഗിക്കും, നീ അത് മുഴുവനായി ഉപയോഗിക്കില്ല എന്ന് മാത്രം. അതാണ് നമ്മൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മൾ വന്ന ബസ്സിൽ നിന്നിറങ്ങിയ റെജിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ എവിടെ നിന്ന് അതിനുള്ളിൽ കയറി എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വന്ന വഴിയിലെ പ്രധാന സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ കയറിയവരെ ഞാൻ കണ്ടതാണ്, ശ്രദ്ധിച്ചതുമാണ്. ആ കൂട്ടത്തിലൊന്നും അവനെ കണ്ടില്ല. അപ്പോൾ മിക്കവാറും അവൻ കോതമംഗലത്തു നിന്ന് തന്നെ കയറിയതായിരിക്കും. നമ്മളെ ചെക്ക് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോരുന്നതായിരിക്കും. അവൻ്റെ സ്വഭാവം വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അതിനാണ് സാധ്യത കൂടുതൽ. അവന് പല ഇടപാടുകളും ഉള്ളതല്ലേ. അതിലേതെങ്കിലും ആവശ്യത്തിന് പോയിട്ട് അവസാന ബസ്സിൻ്റെ സമയത്ത് മാത്രമേ എത്താൻ പറ്റിയുള്ളൂ എങ്കിലോ? അവനും ഈ ബസ്സിൽ പോരാതിരിക്കാൻ പറ്റുമോ? അത് അങ്ങനെ ചിന്തിച്ച് സിമ്പിളായി ഒഴിവാക്കി കളഞ്ഞാൽ പോരെ. അതിനു പകരം അവൻ നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നതെന്നും അതിനുണ്ടാകാവുന്ന അനന്തരഫലങ്ങളെപ്പറ്റിയും മറ്റും ചിന്തിക്കണോ? എല്ലാം ചിന്തിച്ച് വെറുതെ മനസ്സ് പുണ്ണാക്കേണ്ട കാര്യമുണ്ടോ? അതായിരിക്കില്ലേ കുറച്ചുകൂടി എളുപ്പവഴി. അനു തൽക്കാലം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അവൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി തിരിച്ചു വരുന്നതായി കൂടെ. നമ്മളും നമ്മളുടെ ആവശ്യത്തിന് പോയി തിരിച്ചു വരുന്നതല്ലേ. അങ്ങനെ കണക്കാക്കി അവനെ അവൻ്റെ വഴിക്ക് വിടുക. അതായിരിക്കും കൂടുതൽ നല്ലത്. പറഞ്ഞ് നടന്ന് അവർ കോൺവെൻറ്റിലെത്തി. വൈകിയതിന് വഴക്ക് കേൾക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് ആദ്യ സംഭവമൊന്നുമല്ലല്ലോ. അതുമാത്രവുമല്ല, റെജിയുമായുള്ള കല്യാണക്കാര്യം സമ്മതിക്കാത്തതിൻ്റെ ചുരുക്ക് കോൺവെൻറ്റിലെ പലർക്കും ഉണ്ട്. അത് തീർക്കാനും പറ്റിയ സന്ദർഭമാണ് ഈ വൈകി വന്നത്. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ അങ്ങോട്ട് ചെന്നത്. വൈകി ചെന്നതിന് ശരിക്കും കിട്ടും. മുതുകത്ത് പാള വെച്ച് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് കയറിയാൽ മതി. തല്ല് കിട്ടിയില്ലെങ്കിലും ചെവിയിൽ കുറച്ച് പഞ്ഞി വെച്ചാലും മതി. അത് വെച്ചുകൊണ്ട് കയറിയാൽ കേൾക്കുന്നതെങ്കിലും കുറഞ്ഞിരിക്കും.
അവിടുത്തെ നിയമപ്രകാരം പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയിക്കാനുള്ളൂ. അതൊന്നും അനുവിനൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. വളരെ ചെറുപ്പം മുതൽ ധാരാളം പേരുടെ കയ്യിൽ നിന്നും വഴക്കും തല്ലും ഒക്കെയായി ഇഷ്ടം പോലെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനോ വിഷമിക്കാനോ ഒന്നും അവൾ തയ്യാറല്ല. അതൊന്നും അവളെ ബാധിക്കുകയുമില്ല. ഇപ്പോൾ പിന്നെ ആരും തല്ലുകയും മറ്റുമില്ല. കുറേ വഴക്ക് പറയുമായിരിക്കും. അത് അവരുടെ സമാധാനത്തിന് പറയുന്നതാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ താൻ അവരെ ഒന്ന് ആക്കി ചിരിച്ചിട്ട് തൻ്റെ മുറിയിലേക്ക് പോകും. അതാണ് ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത്. സ്നേഹ പഠിപ്പിച്ചു തന്ന അഭ്യാസമാണത്. പാവം, ഇപ്പോൾ അവൾ എവിടെയാണോ ആവും. ഹൈദരാബാദിലാണ് ജോലി. അത് കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തിക്കാണുമോ ആവും. ഇതുപോലെ വല്ല റെജിമാരും അവളുടെ സമാധാനം കെടുത്താനും അവിടെ കാണുമോ? എങ്ങനെ അറിയാനാണ്? അവളെ വിളിച്ചിട്ട് പോലും കുറേ ദിവസമായി. എന്നാൽ പിന്നെ നിനക്ക് തിരിച്ചു പോയിക്കൂടെ? ഇവിടെ വരെ അല്ലേ നിനക്ക് വരാൻ അനുവാദമുള്ളൂ? മദർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറിയാൽ അപ്പോഴേ നീ തിരിച്ചു പോയിക്കോണം, കേട്ടല്ലോ? അവൻ മൂളി കേട്ടു. അനു അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. കിച്ചു തിരിച്ചു വരുമ്പോഴും റെജി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തോ പറയാനുള്ള മട്ടിലാണ് അവൻ അടുത്തേക്ക് വന്നത്. അടുത്തു വന്നപ്പോൾ റെജി പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഒരു കാര്യം നിന്നോട് പറഞ്ഞതാണ്. അത് അംഗീകരിക്കാതെ എന്നെ പുച്ഛിക്കുന്ന രീതിയിലാണല്ലേ നീ ഇപ്പോൾ പെരുമാറുന്നത്? കണ്ടാൽ ആർക്കായാലും അങ്ങനെയേ തോന്നൂ. ഇതുകൊണ്ട് നിനക്ക് ദോഷം മാത്രമേ വരാൻ ഉണ്ടാകൂ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. കിച്ചുവിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ തള്ളിക്കയറി വന്നത് അനുവിൻ്റെ വാക്കുകളാണ്. ധൈര്യമായി പറയേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറയണം. അല്ലാതെ എപ്പോഴും നട്ടെല്ലിന് റബ്ബർ വെച്ചതുപോലെ വളഞ്ഞു കളിക്കരുത്. അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവും ഉണ്ടാകാനില്ല. പിന്നെ ഭീഷണിപ്പെടുത്തുന്നവനെ പുച്ഛിക്കുക തന്നെയാണ് വേണ്ടത്. പ്രവർത്തിക്കാനുള്ളവൻ അധികം സംസാരിക്കില്ല. അധികം സംസാരിക്കുന്നവൻ പ്രവർത്തിക്കുകയുമില്ല. അവനോട് പോകാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അത് ധൈര്യമായി അങ്ങ് ചെയ്തേക്കുക. നീ പറയുന്നത് അതുപടി അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ നിൻ്റെ അടിമയൊന്നുമല്ലല്ലോ, ആണോ? നിൻ്റെ ശമ്പളക്കാരനുമല്ല. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങൾ കാണും. ഞാൻ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ നീ പറഞ്ഞ കാര്യം, നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു, ശരി തന്നെ. അതുപോലെ അഭിപ്രായം എനിക്കും കാണുമല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇവൻ ഞാൻ പറഞ്ഞത് അതുപോലെ അംഗീകരിച്ച് അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് തോന്നുന്നല്ലോ. എന്നാലും അവനങ്ങോട്ട് തെളിച്ചു പറഞ്ഞിട്ടില്ല. ഏതായാലും അവൻ്റെ അഭിപ്രായം എന്ത് എന്ന് വ്യക്തമായി അറിയണം. അതിന് ശേഷം വേണം ബാക്കി കാര്യം. ഇപ്പോൾ തന്നെ അറിയുകയും വേണം. വൈകിച്ചാൽ ശരിയാവില്ല. അല്ലെങ്കിലും വൈകിക്കുന്നത് എന്തിനാ? നീ ഇങ്ങനെ എവിടെയും തൊടാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതിന് പ്രകാരം നീ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ ഒന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ നീ ഉപേക്ഷിച്ചാലും അവൾ എന്നെ സ്വീകരിക്കുമോ എന്നത് എൻ്റെ വിഷയം. അത് എൻ്റെ തീരുമാനത്തിന് വിട്ടേക്കുക. ജീവിക്കുന്ന അത്രയും കാലം ആണായി ജീവിക്കുക. കുറച്ചു കാലമേ ഉള്ളുവെങ്കിൽ അത്രയും കാലം. അല്ലാതെ കൂടുതൽ കാലം അടിമയായി ജീവിക്കുന്നതല്ല നല്ലത്. കുറച്ചു കാലമെങ്കിൽ അത്രയും കാലം യജമാനനായി ജീവിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്താൽ കുറച്ചു കാലമേ ഉള്ളുവെങ്കിലും യജമാനനായി ജീവിക്കുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലവും നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടമാണ് അനുവിനുള്ള സ്നേഹം. അത് വിട്ടുകളഞ്ഞിട്ട് യാതൊന്നും നേടാൻ ഞാൻ തയ്യാറില്ല. ആര് പറഞ്ഞാലും ശരി. പിന്നെ ദൈവം തമ്പുരാൻ വിചാരിക്കുന്നത് തന്നെ നടക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടിച്ചേരണമെന്നാണ് ദൈവ തിരുമനസ്സെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കൂടിച്ചേരുക തന്നെ ചെയ്യും. അതിനി നീയല്ല, നിന്നേക്കാൾ വലിയവരാരെങ്കിലും വിചാരിച്ചാലും അതിന് തടസ്സമുണ്ടാവുകയില്ല. അത്രയും ഉറച്ച മറുപടി കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് റെജി തീരെ പ്രതീക്ഷിച്ചില്ല. ചെറുപ്പത്തിൽ രണ്ടുപേരും കുറേ കാലം ഒരുമിച്ച് നടന്നതാണല്ലോ. ആ കാലത്താണെങ്കിലും റെജി പറയുന്നത് കിച്ചു അനുസരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഒരു പാവമായിരുന്നു അവൻ. ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നായിരുന്നു റെജിയുടെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ഭീഷണിയും കൊണ്ട് കിച്ചുവിൻ്റെ അടുത്ത് പോയത് തന്നെ. ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ അവനങ്ങ് പിൻവാങ്ങും. പിന്നെ ഒരു രക്ഷകൻ്റെ റോളിൽ അവതരിച്ച് അനുവിനെ അങ്ങ് സ്വന്തമാക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് പരാജയമായി പോയി. എന്നാൽ അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാനും പറ്റില്ല. പരാജയം ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്നും റെജിയെ പിന്തിരിപ്പിച്ചിട്ടില്ല. നിനക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളേ വന്നിട്ടുള്ളൂ എന്നെനിക്ക് നന്നായി അറിയാം. ആ കൂട്ടത്തിൽ ഒരു നഷ്ടവും കൂടി വേണമെങ്കിൽ എഴുതി ചേർക്കാം. അത് അനുവിൻ്റെ നഷ്ടമായിരിക്കും. ഇനി ഒരു കാരണവശാലും നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് നിൻ്റെ ജീവനോ ചില അവയവങ്ങളോ ഒക്കെ ആയിരിക്കും. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ വകവരുത്തി കളയും എന്നാണോ? അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല എന്ന രീതിയിലാണല്ലോ അനു പറഞ്ഞത്. ഒരാൾ വിചാരിച്ചാലൊന്നും അങ്ങനെ മറ്റൊരാളെ വകവരുത്താൻ കഴിയില്ല. അവൻ്റെ സ്വാധീനം വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അതിനെ ധീരമായി നേരിടുക തന്നെ വേണം. എന്തായാലും വരുന്നത് വരട്ടെ. ഇത്രയും കാലം ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ. എന്നാൽ പിന്നെ ഈ വൈകിയ വേളയിൽ ഞാൻ നിന്ന് ബുദ്ധിമുട്ടുന്നില്ല, അങ്ങ് പോവുകയാണ്. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഒരു ചർച്ച ആവശ്യമില്ല. എൻ്റെ അടുത്തേക്ക് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഇനി വരികയും വേണ്ട. കേട്ടല്ലോ റെജി മുതലാളി? ഇല്ലടാ, ഇനി ഈ കാര്യവും പറഞ്ഞ് നിൻ്റെ അടുത്തേക്ക് വരികയല്ല റെജി ചെയ്യുന്നത്. ഇനി സംസാരിക്കുകയുമില്ല. പകരം റെജി ഇനി പ്രവർത്തിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും റെജി ആരാണ് എന്ന കാര്യം. ഇതുവരെ റെജിയെ പഴയ കപ്പ്യാരായിട്ട് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അതാണ് നീ ഇത്ര സിമ്പിളായി ഇതിനെ കാണുന്നത്. എന്തും ചെയ്യാനും ചെയ്യിക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ഈ റെജിയെ നിനക്കറിയില്ല. അത് നിനക്ക് ഞാൻ അറിയിച്ചു തരാം. അവൻ ഇനി എന്ത് ചെയ്യാനാണോ ആവോ ഭാവം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. ഓക്കെ.